കേരള രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചുലയ്ക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച നീലപ്പെട്ടി വിവാദത്തിന്റെ അതേ വേദിയിൽ അതേ KPM ഹോട്ടലിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പോലീസ് പിടിയിലായിരിക്കുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മൂന്നാമതൊരു ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അർദ്ധരാത്രി നീക്കം നടത്തിയത് എന്ന് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സർക്കാരിനും CPM-നുമെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉയരുകയും തെളിവുകൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ജനശ്രദ്ധയാകർഷിച്ച വിവാദങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനും ചർച്ചകൾ വഴിതിരിച്ചുവിടാനുമുള്ള CPM-ന്റെ ആസൂത്രിതമായ തന്ത്രമാണോ ഈ നീക്കമെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. അറസ്റ്റ് നടന്ന രീതിയും സ്ഥലവും ഒട്ടേറെ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. നീലപ്പെട്ടി വിവാദം നടന്ന അതേ ഹോട്ടലിൽ രാഹുൽ താമസിച്ച അതേ നിലയിൽ തന്നെ പോലീസ് നേരത്തെ തമ്പടിക്കുകയും അർദ്ധരാത്രിയോടെ മുറി തുറന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് താക്കോൽ വാങ്ങി മുറി സീൽ ചെയ്ത പോലീസ് നടപടി ഒരു പ്രത്യേക ദൌത്യം നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിന്റെ ട്രോളി ബാഗിൽ കള്ളപ്പണമാണെന്നാരോപിച്ച് നടന്ന റെയ്ഡും പരാജയപ്പെട്ട അന്വേഷണവും മലയാളികൾ മറന്നിട്ടില്ല. അന്ന് പോലീസിന് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ തിരിച്ചടിക്ക് പകരമായി സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ തളർന്നു നിൽക്കുന്ന സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ കണ്ടെത്തിയ അവസാന ആയുധമാണോ ഈ പുതിയ പീഡനക്കേസെന്ന വിമർശനം ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും തെരുവ് യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ഈ സംഭവങ്ങൾ ഉറപ്പിക്കുന്നു.